ഗോവിന്ദൻ ദീപ്തിയുടെ നേർവര പ്രകാശനം ചെയ്തു. ഓരോ വീടും ഓരോ സ്വപ്നങ്ങളാണ്. വീടിന്റെ അകത്തളങ്ങളെ മനോഹരമാക്കുവാൻ AV അസോസിയേറ്റ്സ് നിങ്ങളെ സഹായിക്കും. ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യൂ. AV അസോസിയേറ്റ്സ് മോഡുലാർ കിച്ചൺ ആൻഡ് ഇന്റീരിയർ സ്പെഷ്യലിസ്റ്റ്, കുഞ്ഞിമംഗലം ആൻഡ് കണ്ടോത്ത്. നന്മയാകുന്ന കാന്തി കാണുവാൻ കണ്ണിനാകേണമേ. തൃക്കരിപ്പൂരിലെ ചിത്രകാരനും നാടക മേക്കപ്പ് ആർട്ടിസ്റ്റുമായ ഗോവിന്ദൻ ദീപ്തി വരച്ച പ്രശസ്തരും അപ്രശസ്തരുമായ 500ഓളം വ്യക്തികളുടെ ചിത്രങ്ങളും വിവരണങ്ങളുമായി ഒരുക്കിയ നേർവര എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം തൃക്കരിപ്പൂർ ടൗൺ ഹാളിൽ നടന്നു. നവജീവൻ തങ്കയം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്, വായനശാല ആൻഡ് ഗ്രന്ഥാലയം, വനിതാവേദി സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടിക്ക് നവജീവൻ തങ്കയം ഭാരവാഹി ഇ രാജേന്ദ്രൻ സ്വാഗതവും മലയാള ഭാഷാ പാഠശാല ഡയറക്ടർ TP ഭാസ്കര പൊതുവാൾ മാസ്റ്റർ അധ്യക്ഷതയും വഹിച്ചു. പ്രശസ്ത ചിത്രകാരൻ ആർട്ടിസ്റ്റ് മദനൻ ചിത്രം വരച്ചുകൊണ്ട് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നിരവധി പ്രമുഖ വ്യക്തികൾ സംബന്ധിച്ച പ്രൗഢഗംഭീരമായ ചടങ്ങിൽ വെച്ച് പ്രശസ്ത ചിത്രകാരൻ എബിയൻ ജോസഫ് പുസ്തകം ഏറ്റുവാങ്ങി. കലയും സംസ്കാരവും നെഞ്ചിൽ പേറി നടക്കുന്നവരെ വേദിയിലും സദസ്സിലും ഒരുപോലെ കാണാൻ പറ്റുന്ന ഇടങ്ങളാണ് പയ്യന്നൂരും പരിസര പ്രദേശങ്ങളുമെന്ന് മദനൻ പറഞ്ഞു. ഇവിടെ ഇരിക്കുന്നവരും അതിലും വലിയ മനസ്സും ശരീരമൊക്കെയുള്ള ആൾക്കാരുടെ മുമ്പിലുണ്ട്. ഒരാളെയും താഴ്ത്തി വെക്കാനോ ഉയർത്തി വെക്കാനോ ഒന്നും പറ്റാത്തൊരു ഓഡിറ്റോറിയമാണ് ഈ സമയത്ത് ഇവിടെ ഞാൻ കാണുന്നത്. കേരളത്തിൻ്റെ മറ്റ് ജില്ലകളിൽ നിന്നും കാണാത്ത അത്രയും പ്രൗഢമായ മനസ്സും വിവരവും സൂക്ഷ്മതയും വായനാശീലവും സംഗീതവും എല്ലാം അതിസൂക്ഷ്മമായി പഠനം നടത്തി വളർന്ന ഒരു തലമുറ ആണ് ഈ ഭാഗത്തുള്ളത്. ഈ നെൽക്കതിൽ നല്ല അതിൻ്റെ വിനയം കാണിക്കുന്നത് അത് മൂത്ത് വരുമ്പം തല ഇങ്ങനെ സൂര്യന് തല താത്തി നിൽക്കുകയാണ്, വളഞ്ഞ് നിൽക്കുകയാണ്. ഏറ്റവും വിനയത്തോടു കൂടി ഈ നെൽക്കതിരിൽ നിൽക്കുന്ന സമയത്താണ് അത് ഏറ്റവും നല്ല കതിരായി കണക്കാക്കുന്നത്. ഈ കനം ഇങ്ങനെ വളഞ്ഞ് നിൽക്കുന്ന ആ കതിരിന്റെ ഗുണം ന്യൂജൻ കുട്ടികളിൽ ഉണ്ടാകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് തന്നെ ഒരു തരത്തിലുള്ള കലയുടെ അപജയം എന്ന് വേണമെങ്കിൽ ഒരർത്ഥത്തിൽ പറയാം. കലാരംഗത്ത് സിംഹങ്ങൾ മാത്രമുള്ള കാടാണ് പയ്യന്നൂരിലുള്ളതെന്നും സാഹിത്യലോകത്ത് പേനയോളം തന്നെ ശക്തിയുള്ളതാണ് ബ്രഷുകളും എന്ന് കാണിച്ചു തന്ന മദനന്റെ ചിത്രങ്ങളെ കോഴിക്കോട് ഏറ്റെടുക്കണമെന്നും പുസ്തകം ഏറ്റുവാങ്ങിയ എബിയൻ ജോസഫും സൂചിപ്പിച്ചു. നിശബ്ദതയോടെ പ്രവർത്തിക്കുന്ന പ്രശസ്തരല്ലാത്തവർ കൂടിയാണ് ചരിത്രം സൃഷ്ടിക്കുന്നതെന്നും സ്വന്തം ഗ്രാമത്തിലും പരിസര പ്രദേശങ്ങളിലും അറിയപ്പെടാതെ ശ്രദ്ധേയമായ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടത്തിപ്പോരുന്ന ഒരുപാട് ആളുകളുടെ സ്മൃതിശാലയാണ് ഈ വേറിട്ട പുസ്തകമെന്നും അവതാരിക എഴുതിയ പ്രശസ്ത നിരൂപകനും
ഗ്രന്ഥകാരനുമായ EP രാജഗോപാലൻ മാസ്റ്ററും അഭിപ്രായപ്പെട്ടു. ഇതിൽ ഒരുപാട് ചിത്രങ്ങളുണ്ട്. അത് സരളമായി വരച്ച ചിത്രങ്ങളാണ്. സരളമായിട്ട് അതിൽ ഭാവങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. ചില ഭാവങ്ങൾ പടങ്ങി നമുക്ക് ഇഷ്ടം തോന്നണമെന്നില്ല. പക്ഷെ ഗോവിന്ദന്റെ മനസ്സിലുള്ള ഭാവങ്ങളെ അദ്ദേഹത്തിന് ഇറക്കേണ്ട ഉത്തരവാദിത്തമുള്ളൂ. നമ്മളെ രസിപ്പിക്കുന്ന തരത്തിൽ ആളുകളെ ചിത്രീകരിക്കുക എന്നുള്ളത് ഒരു കലാകാരന്റെ ബാധ്യതയല്ല. അപ്പൊ അദ്ദേഹം ആളുകളെ കാണുന്നത് എങ്ങനെയാണോ, അല്ലെങ്കിൽ ആളുകളുടെ പടങ്ങളെ കാണുന്നത് എങ്ങനെയാണോ, അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഗോവിന്ദന്റെ ആത്മമുദ്രകൾ പതിഞ്ഞ ചിത്രങ്ങളാണ് ഇത് എന്ന് പറയാം. ആ പടങ്ങളെ വിശദീകരിക്കുന്ന മട്ടിൽ ചെറിയ കുറിപ്പുകളുണ്ട്. വളരെ ചെറിയ കുറിപ്പുകളാണ്. ഈ ആളുകൾ ഓർമ്മിക്കാവുന്ന തരത്തിലുള്ള ചെറിയ കുറിപ്പുകൾ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ വാക്കുകൊണ്ടും വരകൾ കൊണ്ടും ആളുകൾക്ക് പ്രതിഷ്ഠ നൽകുന്ന സരളമായ സൗമ്യമായ പ്രവർത്തനമാണ് ഈ പുസ്തകത്തിൽ സമാഹരിക്കപ്പെട്ടിട്ടുള്ളത്. സൗമ്യമാണ്. വലിയ അവകാശവാദങ്ങളൊന്നും ഗോവിന്ദനുണ്ടെന്ന് തോന്നുന്നില്ല. എനിക്ക് പരിചയമുള്ള, എനിക്ക് ഇഷ്ടമുള്ള, ഞാൻ ഓർമ്മിക്കാൻ താല്പര്യപ്പെടുന്ന കുറെ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും പടങ്ങൾ. അതിൽ എഴുത്തുകാരുണ്ട്, രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്, പത്രപ്രവർത്തകരുണ്ട്, പിന്നെ കലാകാരന്മാരുണ്ട്, സംഗീതകാരന്മാരുണ്ട്, നാടകക്കാരുണ്ട്. ഇങ്ങനെ അദ്ദേഹത്തിന് മനസ്സുകൊണ്ട് അടയാളപ്പെടുത്താൻ ആഗ്രഹമുള്ള കുറെ ആളുകളുടെ ചിത്രങ്ങളാണ് വരച്ചിരിക്കുന്നത്. ചിത്രകല പഠിക്കുന്നവർക്ക് സഹായകമാണ്, അല്ലാത്തവർക്കും ഉപയോഗിക്കാവുന്ന പുസ്തകമാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു പുസ്തകം നമ്മുടെ നാട്ടിൽ അടുത്ത ഒരു കാലത്ത് എൻ്റെ അറിവിൽ കഴിയുന്നതല്ല. അപ്പൊ അങ്ങനെ അതിന് വിമർശനങ്ങളൊക്കെ ഉണ്ടാവും, എല്ലാ വിമർശനങ്ങൾ ഓടുന്നതാണ്. പക്ഷെ ഈ ഒരു പുസ്തകത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതിനെ സ്വീകരിക്കണമെന്നുകൂടി ഉദ്ദേശിച്ചുകൂടി ഇതൊക്കെ പരിചയപ്പെട്ടതായിരുന്നു. കൊച്ചി മലയാള പുരസ്കാര സമിതിയുടെ മികച്ച ചിത്രകലയ്ക്കുള്ള പുരസ്കാരം ലഭിച്ച ഗോവിന്ദൻ ദീപ്തി കോവിഡ് കാലത്തെ വിരസമായ ദിനങ്ങളെ മറികടക്കാൻ വരച്ച പ്രശസ്തരും തന്റെ പരിചയവലയത്തിൽപ്പെട്ട വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുമായ അനേകം വ്യക്തികളുടെ ചിത്രങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത 500ഓളം ചിത്രങ്ങളാണ് ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ, ഉണ്ണിരാജ് ചെറുവത്തൂർ, രാജ്മോഹൻ നീലേശ്വരം, ഡോക്ടർ VPB മുസ്തഫ, ഉദനൂർ ബാലഗോപാലൻ മാസ്റ്റർ, ജോൺസൺ പുഞ്ചക്കാട് തുടങ്ങിയ നിരവധി പ്രമുഖ വ്യക്തികളും നവജീവൻ ക്ലബ്ബ് പുരുഷ വനിതാ ഭാരവാഹികളും ചടങ്ങിൽ സംബന്ധിച്ചു. ഗോവിന്ദൻ ദീപ്തി വരച്ച ചിത്രങ്ങളടങ്ങിയ ഉപഹാരങ്ങൾ നൽകി വിശിഷ്ടാതിഥികളെ ആദരിച്ചു. PP വേണുഗോപാലൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് വടക്കൻ വാർത്തകൾ. ഓരോ വീടും ഓരോ സ്വപ്നങ്ങളാണ്. വീടിന്റെ അകത്തളങ്ങളെ മനോഹരമാക്കുവാൻ AV അസോസിയേറ്റ്സ് നിങ്ങളെ സഹായിക്കും. ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യൂ. AV അസോസിയേറ്റ്സ് മോഡുലാർ കിച്ചൺ ആൻഡ് ഇന്റീരിയർ സ്പെഷ്യലിസ്റ്റ്, കുഞ്ഞിമംഗലം ആൻഡ് കണ്ടോത്ത്. www.avinterior.com. For more details, call 9961339846.